മൂന്നാം കണ്ണ് അവസാന ഭാഗം. രചന റോബിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഉള്ളിലഞ്ഞെട്ടിൽ പുറത്ത് കാണിക്കാതെ ഞാൻ എസ്ഐയോട് ചൂടായി. എന്റെ ശബ്ദം കേട്ട് ജീപ്പിൽ നിന്ന് എസ്ഐ ഇറങ്ങി വന്നു. നിങ്ങളൊരു പെൺകുട്ടിയെ കൊന്ന് കാറിന് ഡിക്കിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നൊരു അജ്ഞാത സന്ദേശം കിട്ടി. ഒന്ന് പരിശോധിക്കാന്ന് എഴുതി വന്നാ. നിങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കരുത്. ഞാൻ മാറിക്കൊടുത്തു. 4 പേര് എന്റെ വീട്ടിലും ബാക്കിയുള്ളവർ കാറിന്റെ ഉള്ളിലും പരിശോധിക്കാൻ തുടങ്ങി. തെളിവുകളൊന്നും കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ there is no such thing as a perfect dream എന്നാണല്ലോ. ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ ഞാൻ നിന്നു. വർഷയുടെ കൊലപാതക ആരോ അവർക്ക് എന്നെ കൊടുക്കുകയാണ് ലക്ഷ്യം. ഞാൻ ഇല്ലാതായാൽ മാത്രമേ ശ്രേയയുടെ മരണം തേഞ്ഞു മാഞ്ഞു പോവുകയുള്ളൂ. ഫോറൻസിക് പരിശോധനയ്ക്കായി കാർ കസ്റ്റഡിയിൽ വേണമെന്ന് CI പറഞ്ഞു. ചോദ്യം ചെയ്യാനായി എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ വീട് കൂട്ടി അവരുടെ കൂടെ ജീപ്പിൽ കയറി. CI എനിക്ക് അഭിമുഖമായി ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. അയാളുടെ കണ്ണുകൾ കുറുക്കൻ്റേതുപോലെ കുറുകിയിരുന്നു. എന്റെ കണ്ണുകളിൽ അയാൾ നോക്കിക്കൊണ്ടേയിരുന്നു. അയാൾ എന്റെ ഭയം തിരയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. തോറ്റുകൊടുക്കാൻ തയ്യാറാവാതെ ഞാനും അയാളുടെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കി. ഇന്നലെ രാത്രി താൻ എവിടെയായിരുന്നു? ഞാൻ ബീച്ച് റോഡിനടുത്തുള്ള പള്ളിയിലുണ്ടായിരുന്നു. എപ്പോഴാണ് തിരിച്ചു വന്നത്? നേരെ പുലരോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോകാനുള്ള കാര്യം? കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് അവിടെ പോകാറുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പോകാൻ തോന്നി, അതുകൊണ്ട് പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ആ സമയത്ത് ടവർ ലൊക്കേഷൻ നോക്കാവുന്നതാണ്. ഞാനൊരൽപ്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. ഒരു തരത്തിലും സംശയം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഓക്കെ, ഇന്നലെ രാത്രി കൃത്യം 7:30 നിങ്ങൾക്കൊരു STD ബൂത്തിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. 17 സെക്കൻഡ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാരാണോ? ഞാൻ കരുതിയതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എൻ്റെ കോൾ ലിസ്റ്റ് അവർ എടുത്തിട്ടുണ്ട്. വിളിച്ചേതോ റോങ് നമ്പർ ആയിരുന്നു. ഞാൻ കൂസില്ല പറഞ്ഞു. ഓക്കെ, രാവിലെ 6:10 കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, എന്തു പറ്റി? അയാളുടെ കണ്ണുകൾ വീണ്ടും കുറുകുന്ന ഞാൻ കണ്ടു. വർഷയുടെ ബോഡി മറവ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ മൊബൈൽ ഫ്ലൈറ്റ് മോഡിലിട്ടിരുന്നു. പോലീസ് എന്നെ സംശയിക്കുകയാണെങ്കിൽ ഒരിക്കലും ബോഡി മറവ് ചെയ്തെടുത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലെടുത്താണ്. അതെന്തായാലും കാര്യമായി. ഫോൺ ചാർജിലാ ഓഫായിരുന്നു. വീട്ടിലെത്തിയിട്ടാണ് പിന്നെ ചാർജ് ചെയ്തത്. അയാൾ ഫോൺ ചെവിയിൽ വെച്ച് 5 സെക്കൻഡ് കഴിഞ്ഞ് മറുപടിയായി ഓക്കെ കാർ കൊണ്ടുവരുമെന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ടാക്കി. പിന്നീട് എന്നോടായി, സോറി മിസ്റ്റർ, നിങ്ങൾ വർഷ എന്നൊരു പെൺകുട്ടിയെ കൊന്ന് ഡിക്കിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നൊരു കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വന്നിരുന്നു. നെറ്റ് വഴിയുള്ള കോളായതുകൊണ്ട് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതെന്തായാലും നോക്കാൻ നേരിട്ട് ഞാൻ തന്നെ വന്ന്. തെറ്റായ വിധത്തിൽ താങ്കൾ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. അത് സാറില്ല, എൻ്റെ കാർ എവിടെ സാർ? എന്തൊക്കെ ചെയ്താലും കാറിൽ നിന്നൊന്നും കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പുറത്തുണ്ട്, നിങ്ങൾക്ക് പോവാം. ഞാനൊരു ചെറിയ ചിരി മുഖത്ത് വരുത്തി വെളിയിലേക്ക് നടന്നു. കാറിൽ കയറിയ ഉടനെ ഒരു സിഗരറ്റ് കത്തിച്ചു. പുക ആഞ്ഞു വലിച്ച് മൂക്കിലൂടെ പറത്തി വിട്ടു. ആദ്യം കണ്ട ബാറിൽ കയറി കുടിച്ചു. ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. രാത്രി വൈകിയാണ് വീട്ടിലെത്തിയത്. എന്തോ വിശപ്പ് തോന്നില്ല. ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ച് സെറ്റിൽ പോയിരുന്നു. കോൾ സെന്ററിൽ ജോലി ചെയ്യുന്നൊരു സുഹൃത്ത് വഴി ഞാൻ ശ്വേതയുടെ കോൾ ലിസ്റ്റ് എടുത്തിരുന്നു. അതിൽ നോക്കിയപ്പോൾ അവൾ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പഴയ നമ്പറിൽ പലതവണ വിളിച്ചിട്ടുണ്ട്. പാവം, എന്തോ പറയാനായിരുന്നിരിക്കണം. ആ സിം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് നാൾ കുറയായിരുന്നു. ആ സിം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവളോട് സംസാരിച്ചതിന് ചിലപ്പോൾ അവൾക്ക് ഇങ്ങനെ ദുർമരണം സംഭവിക്കാൻ ഇടവരില്ലായിരുന്നു. ആ സിമ്മിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ മെനക്കെടാഞ്ഞോർത്ത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. മതിക്കുപ്പി എടുക്കാൻ ഷെൽഫിലേക്ക് നടക്കവേ പെട്ടെന്ന് കറണ്ട് പോയി. കാതടിപ്പിക്കുന്ന ഇടിയുടെ അകമ്പടിയോടെ ശക്തമായ മഴയും പെയ്യാൻ തുടങ്ങി. മഴയെ പ്രായിക്കൊണ്ട് ഞാൻ മെഴുകുതിരി കത്തിക്കാൻ പോകവേ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. മഴക്കൊപ്പം വാതിൽ മുട്ടുന്ന ശബ്ദവും കൂടി വന്നു. വാതിൽ തുറക്കിയ ഒരു മൂർച്ചയേറിയ കത്തിൻ്റെ വാരിൽ തുളച്ചു കയറി. കനത്തിരിട്ടിലും എൻ്റെ വാരിൽ നിന്ന് കൊഴുത്ത ചോര പുറത്തേക്ക് ഒഴുകുന്ന ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. ശക്തി ക്ഷയിച്ച് എന്നെ പുറകിലേക്ക് തള്ളിയിട്ട് ആ രൂപരിട്ടിലേക്ക് ഓടി മറഞ്ഞു. എഴുന്നേൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കൈകാലുകൾ കുഴയുന്നു. വല്ല വിധേനയും വേച്ച് ഞാൻ തറയിൽ കിടന്ന ഫോൺ എടുത്ത് മുറിവിലേക്ക് നോക്കി. കത്തി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ചോര നിൽക്കുന്നേയില്ല. ഷെൽഫിലിരുന്ന വോഡ്ക ഞാൻ കുറച്ച് കുടിച്ചു. വേദന കടിച്ചു പിടിച്ച് ഞാൻ കത്തി വലിച്ചൂരി. മുറിവിലേക്ക് മദ്യമൊഴിച്ചു. എൻ്റെ നിലവിളി ആ പേമാരിയിൽ ലയിച്ചു ചേർന്നു. ഒരു തുണി കൊണ്ട് മുറിവ് ഞാൻ ചേർത്ത് കെട്ടി. എങ്ങനെയോ കാറിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു. എൻ്റെ മരണം ഞാൻ മുന്നിൽ കണ്ടു. 7 കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ലക്ഷ്യം. വിറക്കുന്ന കൈകളോടെ ഞാൻ ഗിയർ മാറ്റി. നശിച്ച മഴ. വൈപ്പറുകൾ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. എൻ്റെ കാല ആക്സിലേറ്ററിൽ അമർന്നു. എൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. കണ്ണുകൾ അടഞ്ഞാൽ ഇനി അവ ഒരിക്കലും തുറക്കില്ലെന്ന് മനസ്സിലുരുവിട്ടുകൊണ്ട് കണ്ണുകൾ തുറന്നു പിടിക്കാനൊരു പാഴ്ശ്രമം ഞാൻ നടത്തി. എത്ര ദൂരം പോയെന്നറിയില്ല. പെട്ടെന്ന് എതിരെ വന്ന ട്രക്കിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ തീവ്രപ്രകാശം എൻ്റെ കണ്ണുകൾ പതിച്ചു. ട്രക്കിനിടിക്കാതിരിക്കാൻ ഞാൻ വണ്ടിയിടത്തേക്ക് പെട്ടെന്ന് വെട്ടിച്ചു. വണ്ടിയുടെ നിയന്ത്രണം എനിക്ക് നഷ്ടപ്പെട്ടു. അതിഭയങ്കരമായ ശബ്ദത്തോടെ എൻ്റെ കാറ് കരണം മറിഞ്ഞ് ഒരു ട്രാൻസ്ഫോമർ ഇടിച്ചു നിന്നു. എൻ്റെ നെറ്റിയിൽ നിന്ന് ചോരച്ചാലുകൾ ഒഴുകി. വായിലേക്ക് ഒഴുകിയെത്തിയ ചോരയ്ക്കൊപ്പം എൻ്റെ മരണവും ഞാൻ രുചിച്ചു. എൻ്റെ കണ്ണുകൾ അടഞ്ഞു. കണ്ണു തുറക്കുമ്പോൾ മുന്നിലൊരു വെളുത്ത രൂപം. കാഴ്ച തെളിഞ്ഞു വന്നപ്പോൾ മനസ്സിലായി, അമലയാണ്, അഭിയുടെ ഭാര്യ. തൊട്ടടുത്ത് തന്നെ അവനും ഉണ്ട്. ഞാൻ അവനെ നോക്കിയൊരു വരണ്ട ചിരിയിച്ചു. നീ എപ്പോ അഭി? രാവിലെയോ? എന്തോന്ന് രാവിലെയോ? ഞങ്ങൾ വന്നിട്ട് ദിവസം 5 ആയി. പൊന്നുമോൻ ബോധമില്ലാണ്ട് ഐസിയുലായിരുന്നു. ഇന്ന് രാവിലെ ഷിഫ്റ്റ് ചെയ്ത്. ഞാൻ കണ്ണുമിഴിച്ച് അവനെ നോക്കി. വെള്ളം വേണമെന്ന് ആംഗ്യം കാണിച്ചു. ആൾ വേഗം ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് എൻ്റെ ചുണ്ടോട് ചേർത്തു. ഞാൻ പതിയെ വെള്ളമിറക്കിക്കൊണ്ട്
എന്നെ ആരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് ആരാഞ്ഞു. ഏതോ ഓട്ടോ ഡ്രൈവറാ, ആക്സിഡന്റ് പറ്റിയാണെന്ന് എഴുതിയാൽ കൊണ്ടുവന്ന്. കുത്തുകൊണ്ട കാര്യം പിന്നെ അറിഞ്ഞു. നിന്റെ എമർജൻസി കോൺടാക്റ്റിൽ എന്റെ നമ്പറുണ്ടായതുകൊണ്ട് ഹോസ്പിറ്റലുകാർ എന്നെ വിളിച്ച് പറഞ്ഞു. എന്തായാലും നല്ല ആയുസാ പന്നിക്ക്. നിന്റെ ഭാഗത്തിന് ഇന്റേണൽ ഓർഗൻസിനൊന്നും പറ്റിയില്ല. അവി തമാശ രൂപേണ പറഞ്ഞു. അമല ഉടനെ അവനെ വഴക്ക് പറഞ്ഞു. ഞാനും ചിരിച്ചുകൊണ്ട് മനസ്സിലോർത്തു. വീട്ടിൽ സമ്മതിക്കാഞ്ഞിട്ടും അന്ന് രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുത്ത കാര്യമായി. ചാവാൻ നേരെ ഒരു തുള്ളി വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടല്ലോ. ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ പഴയ ആരോഗ്യം വീണ്ടെടുത്തു. ഇതിനിടയിൽ അബിയോടെല്ലാം പറഞ്ഞു. ഒരു ഞെട്ടിലോടെയാണെങ്കിൽ അവന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. അബിയുടെ സ്വാധീനം ഉപയോഗിച്ച് എനിക്ക് വധഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു തോക്കിന് ഞാൻ ലൈസൻസ് എടുത്തു. എനിക്ക് മറ്റ് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ലാതിരുന്നതിനാൽ കാര്യങ്ങൾ എളുപ്പമായി. നിയമാനുസൃതമായി എനിക്കൊരു മാഗസിൻ മാത്രമാണ് അനുവദിച്ചിരുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയ അതേ ദിവസം തന്നെ ഞാൻ അവർ തിരിച്ച് കാനഡയ്ക്ക് കയറ്റിവിട്ടിരുന്നു. വെറുതെ ഇവരെന്തിനാണ് ഇതിൽ കൊണ്ട് ചാടിക്കുന്നത്? പോകുന്നതിന് മുമ്പ് അവർ ലോഡ് ചെയ്ത് 2 മാഗസിൻ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, വഴിയിൽ കിടന്ന് വല്ലവൻ്റെയും കൈ കൊണ്ട് ചാവ നിൽക്കണ്ട, കേസ് എന്തുവന്നാലും ഞാൻ നോക്കിക്കോളാം. അവൻ്റെ വാക്കുകൾ എനിക്ക് കൂടുതൽ ധൈര്യം തന്നു. ഞാൻ വീട്ടിലെത്തി. സീറ്റുകളിൽ ചോര കറുത്തി കിടക്കുന്നു. പോർച്ചിലുണ്ടായിരുന്ന എൻ്റെ പഴയ ജിപ്സി ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ശരിയാക്കി. ആക്സിഡൻ്റ് ആയ വണ്ടി ശരിയായി കിട്ടുന്നവരെ തൽക്കാലം ഇത് ഉപയോഗിക്കാം. വയറിലെ മുറിവ് ഉണങ്ങിയിട്ടില്ല, സ്റ്റിച്ചുണ്ട്. നെറ്റിയിലെ മുറിവ് കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പതിയെ അവിടുത്തെ ബാൻഡേജ് അഴിച്ചു മാറ്റി. ചെറിയ വേദനയുണ്ട്. ഞാൻ ഷെൽഫ് തുറന്നൊരു പെഗ് ഒഴിച്ചു. പതിയെ അകത്താക്കി. ഒരു സുഹൃത്ത് വഴി ശ്രേയയുടെ മെയിൽ ഐ ഡി ഞാൻ ആക്സസ് ചെയ്തു. മരിക്കുന്നതിന് തൊട്ടുമ്പോൾ നടത്തിയ ഗൂഗിൾ സെർച്ചുകൾ, ഗൂഗിൾ മാപ്പിലെ വിവരങ്ങൾ എല്ലാം ഞാൻ ചികഞ്ഞെടുത്തു. മരിക്കുന്നതിന് 1 മാസം മുന്നേയുള്ള അവളുടെ മൊബൈലിന്റെ ഓരോ ദിവസത്തെയും ടവർ ലൊക്കേഷൻ ഞാൻ പരിശോധിച്ചു. എല്ലാ ശനിയാഴ്ചയിൽ അവൾ കൃത്യമായി ഹോട്ടൽ ട്രിനിറ്റിയിൽ പോയിരുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അതോടൊപ്പം അവളുടെ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ വീടിന് 30 കിലോമീറ്റർ അകലെയുള്ള രാമപുരം എന്ന ടൗണിന്റെ ടവർ പരിധിയിൽ മിക്ക ദിവസം അവളുടെ സിം ആക്റ്റീവ് ആയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ മുളപൊട്ടി. എന്തിനായിരിക്കും അവൾ മിക്ക ദിവസങ്ങളിൽ അവിടെ പോയിട്ടുണ്ടാവുക? ആരെ കാണാനാണ് അവൾ ഹോട്ടൽ ട്രിനിറ്റിയിൽ പോകുന്നത്? ഞാനൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. ഹോട്ടൽ ട്രിനിറ്റിയിൽ അവൾ സ്റ്റേ ചെയ്തിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടുത്തെ ചെക്കിൻ രജിസ്റ്റർ പരിശോധിക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല. കുറച്ച് ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ അവിടുത്തെ റൂം പോയി ഞാൻ പണം കൊടുത്ത് വശത്താക്കി. അവൻ വഴി രജിസ്റ്റർ ബുക്കിലെ പേജുകളുടെ ഫോട്ടോകൾ ഞാൻ സംഘടിപ്പിച്ചു. മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പും അവളോട് മുറിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം എനിക്കറിയാവുന്ന മറ്റൊരു പേര് രജിസ്റ്ററിൽ എനിക്കായി കാത്തികിടപ്പുണ്ടായിരുന്നു. എന്റെ സംശയങ്ങൾ ഒരു ഭീകര സത്വം കണക്കെ നിമിഷം തോറും വലുതായിക്കൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങളുടെ നിരീക്ഷണപരമായി എന്റെ നിഗമനങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്നാൽ ഉറപ്പിക്കാൻ ഇനിയും തെളിവുകൾ വേണ്ടി വന്നിരുന്നു. അതിനായി ഞാൻ അയാളുടെ വീട് കുത്തിത്തുറക്കാൻ തീരുമാനിച്ചു. അയാൾ നാട്ടിൽ നിന്ന് ഉറപ്പാക്കിയ രാത്രി ഞാനതിന് മുതിർന്നു. സൺഷെയ്ഡിലൂടെ തൂങ്ങി ഞാൻ ടെറസിലെത്തി. വാതിലിനടുത്തുള്ള ജനാല ഞാൻ വലിച്ചുറന്നു. അതുവഴി എങ്ങനെയൊക്കെയോ പണിപ്പെട്ട് ഞാൻ വാതിലിന്റെ കുറ്റി നീക്കി അകത്ത് കയറി. വീടിന്റെ മുക്കുമൂലയും ഞാൻ അരിച്ചു പെറുക്കി. പുതിയ ചില കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്ന ചില രേഖകളും എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു. എല്ലാത്തിനെയും ഫോട്ടോ പകർത്തിയ ശേഷം പുറത്തിറങ്ങാനായിരുന്നു എൻ്റെ പ്ലാൻ. എന്നാൽ ആ പദ്ധതി ഉപേക്ഷിച്ച് ഞാൻ അവൻ്റെ വരവിനായി അവിടെ കാത്തിരുന്നു. ജീൻസിന്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഹിപ്പ് ഫ്ലാസ്ക് ഞാൻ പുറത്തെടുത്തു. അതിലെ വോഡ്ക ഞാൻ ഒരിറക്ക് കുടിച്ചു. നേരം ആരെയും കാത്തിരിക്കാത്ത പോലെ പതിയെ ജ്വലിച്ചുകൊണ്ടിരുന്നു. നേരം വെളുത്തപ്പോഴേക്കും ഞാൻ വലിച്ചെടുത്ത സിഗരറ്റ് കുറ്റികൾ തറയിൽ കിടന്ന് എന്നെ നോക്കി പല്ലിളിക്കുന്നുണ്ടായിരുന്നു. ദൂരെ ഏതോ അമ്പലത്തിലെ ഭക്തിഗാനം എൻ്റെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. അല്പസമയത്തിന് ശേഷം ഞാനൊരു കാറിന്റെ ശബ്ദം കേട്ടു. പോർച്ചിൽ അവന്റെ കാർ വന്നിരുന്നപ്പോഴേക്കും ഞാൻ മുൻകൂട്ടി ടൈപ്പ് ചെയ്ത മെസ്സേജുകളും ഫോട്ടോകളും ചിലർക്ക് ഫോർവേഡ് ചെയ്തു. വാതിൽ തുറന്നു വന്ന് കയറി അവൻ എന്നെ കണ്ടെന്ന് പകച്ചെങ്കിലും സമനില വീണ്ടെടുത്ത് അവൻ മുറിയിലേക്ക് ഓടിക്കയറി. മേശയിൽ നിന്നും തോക്ക് വലിച്ചെടുത്ത് എന്റെ നേർക്ക് ചൂണ്ടി. ജനലിലൂടെ അരിച്ചിറങ്ങുന്ന നേരിയ സൂര്യപ്രകാശത്തിനും ഞാൻ അവനെ വ്യക്തമായി കണ്ടു. ഐവിൻ സിറിയക്, അവളുടെ ഭർത്താവ്. നിനക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന് കരുതിയതാ. എന്റെ കെണികളിലൊന്നും നീ കുരുങ്ങിയില്ല. പക്ഷേ ഈ വട്ടം നിനക്ക് തെറ്റി. ഐവിന്റെ മുഖത്തൊരു വൃത്തിയായിട്ട ചിരി വളർന്നു. നിനക്ക് മറ്റൊരു പെണ്ണായിട്ട് ബന്ധമുണ്ടായിരുന്ന കാര്യം അവൾക്ക് അറിയാമായിരുന്നു. അതിനുവേണ്ടി ആയിരുന്നിരിക്കണം നിങ്ങൾ രഹസ്യമായിട്ട് കാണാറുണ്ടായിരുന്ന ഹോട്ടൽ ട്രിനിറ്റിയിൽ ശ്രേയ മുറിയെടുത്തിരുന്നത്. ഞാൻ ആദ്യം കരുതിയത് കാമുയ്ക്ക് വേണ്ടിയാണ് നീ ശ്രേയെ കൊന്നെന്ന്. പക്ഷെ നിന്റെ മേശയിൽ നിന്ന് കിട്ടിയ ലെറ്ററാ കൊലപാതകത്തിന്റെ കാരണം എനിക്ക് വെളിവാക്കിയത്. ഭാരിച്ച കടക്കണിലായിരുന്നു നിന്നെ പിടിച്ചിരുത്തിയത് അവളുടെ പേരിലുള്ള സ്വത്തുക്കളായിരുന്നു. വിട്ടുപിരിഞ്ഞാൽ സ്വത്തുക്കൾ വിട്ടുകൊടുക്കേണ്ടി വരുന്ന അറിയായിരുന്നു നീ അവളെ ഇല്ലാതാക്കി. നിന്നെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. അവിടെ അടുത്ത സുഹൃത്ത് വർഷയെ നീ കൊലപ്പെടുത്തി എന്റെ തലയിൽ വെച്ച്. ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. യു ആർ എ വെരി ക്ലവർ മാൻ. എന്ത് ചെയ്യാം, ആയുസില്ലാതെ പോയി. ബാക്കിയൊക്കെ ശ്രേയുടെ അടുത്ത് നിന്നിട്ട് അവളോടും കൂടെ പറ. അയാൾ ട്രിഗർ അമർത്തി. ഒന്നും സംഭവിച്ചില്ല. തുടരെ തുടരെ കാഞ്ചി വലിച്ചെങ്കിലും തോക്ക് ശബ്ദിച്ചില്ല. ലൈക്ക് യു സെഡ്, ഐ ആം എ ക്ലവർ മാൻ. അതിലെ ബുള്ളറ്റുകൾ ഞാൻ ആദ്യം മാറ്റിയിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച അവന് നേരെ ഞാൻ എൻ്റെ തോക്ക് ചൂണ്ടി. നീ ആരെങ്കിലും ഞാൻ നിറവൊഴിക്കും. എനിക്ക് അത്രക്ക് പകയുണ്ട് നിന്നോട്. എനിക്ക് അധിക ദൂരം കാക്കേണ്ടി വന്നില്ല. സിയും കൂട്ടിലടങ്ങുന്ന ഒരു സംഘം വൈകാതെ തന്നെ അവിടെ എത്തി ഐവിനെ അറസ്റ്റ് ചെയ്തു. അവളുടെ മരണം സംബന്ധിച്ച എല്ലാ ദുരൂഹതയും പുറത്തു വന്നു. സ്ലീപ്പിംഗ് പിൽസ് ഭക്ഷണത്തിൽ കലർത്തിയ ശേഷം കത്തി ഉപയോഗിച്ച് കൈഞ്ഞരമ്പുകൾ മുറിക്കുകയായിരുന്നു എന്നും തെളിഞ്ഞു. ഐവിനെ കോടതി റിമാൻഡ് ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് എസ്ഐയും പ്രതികരിക്കപ്പെട്ടു.
ശിക്ഷയുടെ കാലാവധി പരമാവധി കുറയ്ക്കാനായിരുന്നിരിക്കണം ഐവിൻ വർഷയുടെ കൊലപാതകം പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല. പോലീസുകാർക്ക് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് വർഷയുടെ കൊലപാതകം മറ്റൊരു രഹസ്യമായി അവശേഷിച്ചു. വാദം പൂർത്തിയായി. കോടതി ഐവിനും കൂട്ടാളികൾക്കും 10 വർഷത്തെ കഠിന തടവിന് വിധിച്ചു. അവൻ ജയിലായതിനു ശേഷം ഞാൻ തിരികെ കാനഡക്ക് പോയി. 3 വർഷങ്ങൾക്ക് ശേഷം പരോളിനിറങ്ങിയ പ്രതി ഒളിവിൽ എന്ന തലക്കെട്ടോടെ ഐവിന്റെ ചിത്രം പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടു. വിദേശത്ത് കിടന്ന പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയെന്നും ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ വായിച്ചു. ഇതേ സമയം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരിടത്തേക്ക് ഐവിൻ ചെന്നെത്തിയിരുന്നു. അബിയുടെ സ്റ്റേറ്റിലെ ചതുപ്പിന്റെ ആഴങ്ങളിൽ ഐവിൻ മുങ്ങിത്താണ് കിടപ്പുണ്ടായിരുന്നു. ന്യൂസ് വായിച്ച ഉടനെ നാട്ടിൽ പോകാൻ ഉപയോഗിച്ച വ്യാജ പാസ്പോർട്ട് കത്തിച്ചു കളയുന്നതിന്റെ തിരക്കിലായിരുന്നു ഞാൻ.